ഹലോ എവ്രി വൺ, എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ അപ്പോഴും നമുക്ക് ഇന്നത്തെ പാചകത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കഞ്ഞിയും പയറും. അപ്പോൾ അതിൻ്റെ കഥയൊക്കെ പിന്നെ പറയാം. ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ തലേദിവസം തന്നെ വൻപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് തലേദിവസമായി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു. അതിപ്പോൾ പിറ്റേ ദിവസം എടുത്ത് നന്നായിട്ട് കഴുകി എടുത്ത് ആവശ്യത്തിനുള്ള എടുത്ത് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യമായ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടില്ല. ഞാൻ കുറച്ച് തലേദിവസം വെള്ളത്തിലിട്ടതല്ലേ, അതുകൊണ്ട് കുറച്ച് വെള്ളം മതി. അതൊന്ന് അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ വെന്തങ്ങോ ഉടഞ്ഞു പോകും. കുറച്ച് വെള്ളത്തിൽ ഒരു വിസിലടുപ്പിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ അതടിച്ച് ഒറ്റ വിസിലും കൊണ്ട് വെന്തു. അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കത് ഇനിയും കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നല്ല ചെടു കട്ടിയുള്ള കടായി എടുത്ത് വയ്ക്കുക. വെളിച്ചെണ്ണയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. അതെ, നോക്ക്, തരി വെള്ളം ഉള്ളൂ, കുറച്ച് വെള്ളമേ ഉള്ളൂ. നന്നായിട്ടത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റും. അതുതന്നെയാണ് ഈ പാക്കറ്റായിട്ട് വരുന്ന പയറുകളൊക്കെ വെച്ച് നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ അരിയൊന്നും വേണ്ടല്ലോ. പെട്ടെന്ന് നമുക്കതിട്ട് കഴുകി വാരി പെട്ടെന്ന് വെക്കാൻ പറ്റും. അപ്പോഴേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നാടൻ ഫുഡല്ലേ, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. ആക്ച്വലി ഇതൊന്നും അല്ല ഞാൻ ഇന്ന് കാണിക്കണമെന്ന് വിചാരിച്ചത്. പക്ഷേങ്കിൽ എനിക്കിത് പയറുതോരൻ ഞാൻ വെച്ചപ്പോഴത്തേക്കിനും എനിക്ക് ബാക്കിയുള്ള എല്ലാം ഞാൻ മാറ്റി. അപ്പോഴെനിക്ക് തോന്നി ഇച്ചിരി കഞ്ഞി കുടിക്കണമെന്ന്. അപ്പോഴങ്ങനെ ഉണ്ടാക്കിയ ഒരു ഡിഷാണിത്. ആ സമയത്ത് കൊണ്ട് ഞാൻ ഇവിടെ ഉള്ളി അരിഞ്ഞു. കുറച്ചേറെ വെളുത്തുള്ളി ഞാനിടും. പിന്നെ ഒരു വലിയ സവോള, കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിതിനകത്ത് പച്ചമുളക് ഇടുന്നില്ല, വറ്റൽമുളകാണ് ഇടുന്നത്. നമുക്കൊക്കെ എപ്പോഴും കേരളത്തിലുള്ളവർക്ക് എപ്പം കഞ്ഞി തന്നാലും നമുക്കിഷ്ടമല്ല നമുക്കത് കുടിക്കാനായിട്ട്. എല്ലാവർക്കും കഞ്ഞിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് കഞ്ഞിയും പയറെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, കടുമാങ്ങായും ഒക്കെ അല്ലേ. ഇത് കടുകൊന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് ആദ്യമേ ഞാൻ വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നല്ലൊരു ബ്രൗൺ കളറാണ് വെളുത്തുള്ളി ആയിട്ടേ ഞാൻ സവോള ഇടത്തുള്ളൂ. എപ്പോഴാണ് ആ ഒരു തോരന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ചിലരിതെല്ലാം കൂടെ ഒരുമിച്ച് വിട്ടു അങ്ങ് വെക്കും. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഏതായാലും എന്നോട് ഞാൻ ചോദിച്ചിട്ടില്ല, അവൻ പഠിക്കും അവിടെ ഇരുന്നുണ്ട്. ഏതായാലും എനിക്ക് ഉച്ചയ്ക്ക് കഞ്ഞിയും പയറും മതിയെന്ന് ഞാൻ ഉറപ്പിച്ചു. അപ്പോൾ അവന് വേണമെങ്കിൽ കഞ്ഞിയല്ല, നമുക്ക് ചോറായിട്ട് അവന് വേണമെങ്കിൽ കൊടുക്കാം. അവനോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അവനുള്ള മീനുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് മീനൊന്നും വേണ്ട, കഞ്ഞിക്ക് ഇത് മതി എനിക്ക് കൂട്ടാനായിട്ട്. അതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ മൂത്ത് വന്നതിലേക്ക് നമുക്കിനിയും സവാള ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഫ്ലേവറും ഒരു മണവും, പ്രത്യേകം നല്ലൊരു മണവും കൊടുക്കും അതിന്. അപ്പോൾ വറ്റൽമുളക് ഇടുന്നതാണ് ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റും മണവും രുചിയൊക്കെ കിട്ടുന്നത് കേട്ടോ. ഇനി ഈ സമയത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം? സവാള, ഒരു കൊച്ചുള്ളി ആണെങ്കിലും 1 കപ്പ് കൊച്ചുള്ളിയോളം അരിഞ്ഞിട്ടാലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കൊച്ചുള്ളി അരിയാനുള്ള സമയം എനിക്കില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സവാള എടുത്തു. പിന്നെ നല്ല പച്ചക്കറിവേപ്പിലയും കൂടെ എടുക്കാം. അല്ലേ, നമ്മുടെയൊക്കെ വീട്ടിൽ എന്നും നമ്മൾ കഞ്ഞി വെക്കുന്നുണ്ട്. എന്നിട്ട് അതിന് വെള്ളം ഊറ്റി നമ്മൾ ചോറായിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഉണ്ണുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ട് കഞ്ഞി കുടിച്ചതാണ്. പിന്നെ ഇതുവരെ കഞ്ഞിയായിട്ട് കുടിച്ചിട്ടില്ല. കഞ്ഞി കുടിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിയായിട്ട് കുടിച്ചതാണ്. പിന്നെ എല്ലാം ചോറ് തന്നെയുള്ളൂ. ഇപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പയറുതോരനും വെക്കുന്നത്. അപ്പോൾ ഇത്രയും വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും മാസങ്ങളായില്ലേ. ഇത്രയും ദിവസം കൂടി വെച്ചപ്പം ഒരു കൊതി, ഒന്ന് കഴിക്കണമെന്നൊരു കൊതി. നമുക്ക് കൊതികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ അപ്പം വെച്ച് കഴിച്ചോണം. അത് എവിടെയാണെന്ന് വെച്ചാൽ ഏത് രാജ്യത്തായാലും അപ്പം കാര്യങ്ങൾ കൊതികളൊക്കെ തീർത്ത് കഴിച്ചോണം. നമുക്ക് വെക്കാൻ അറിയാമെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. വെക്കാൻ അറിയാൻ മേലാത്തവർ ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ ഫോളോ ചെയ്ത് കണ്ട് വെച്ച് കഴിക്കുക. ഞാൻ ഈ സമയം കൊണ്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് വാടി വരട്ടെ. ഈ പയറുതോരൻ തന്നെ പല രീതിയിൽ പലരും വെക്കും കേട്ടോ. എന്നുവെച്ചാൽ ഇതെല്ലാം കൂടെ ഒതുക്കി ഒരുമിച്ച് കല്ലിലിട്ടൊക്കെ ഒതുക്കി, കല്ലിലല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ഒതുക്കി വെച്ച് നടുക്കോട്ട് അരപ്പിട്ടൊക്കെ വെക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഞാനും വെക്കും. പിന്നെ ഈ സമയം കൊണ്ട് ഞാൻ തേങ്ങ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, ജീരകമില്ല കേട്ടോ. ഒട്ടും ജീരകമൊന്നും ഞാൻ ചേർക്കുന്നില്ല. തേങ്ങ ഒന്ന് ഫ്രിഡ്ജിലിരുന്ന തേങ്ങാപ്പീരയാണ്, മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തു. അരഞ്ഞൊന്നും പോയിട്ടില്ല, പൊടിച്ച് മാത്രമേ എടുത്തു. ഒന്നും കളയാനില്ലല്ലോ, തേങ്ങാപ്പീരയല്ലേ. നമുക്കത് ആവശ്യത്തിന് എടുക്കുക. കൂടിയും പോകരുത്, കുറഞ്ഞും പോകരുത് തേങ്ങാപ്പീര. അതും കൂടെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പണ്ടൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു, എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ വെക്കുമ്പോഴത്തേക്കിന് ഇതിൻ്റെ നടുക്കോട്ട് ഇങ്ങനെ അരച്ചേച്ച് ഇങ്ങനെ എടുത്ത് വയ്ക്കും.
പയറിൻ്റെ നടുക്കോട്ട് വെച്ച് പയറിട്ടത് മൂടി അവിടെ ഇരുന്ന് ചെറുതീ വെന്തെങ്ങി വരികയാണ്. അങ്ങനെയാണ് അവരൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ അടുത്ത ജനറേഷൻ വന്നപ്പോഴത്തേക്കിന് അതിൽ വ്യത്യാസം വന്നു. നമ്മളൊക്കെ ഈ രീതിയിലേക്കായി കാര്യങ്ങൾ പിന്നെ തോരനൊക്കെ വെക്കുന്നത്. എന്തായാലും ഒക്കെ ടേസ്റ്റൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ വരും. പിന്നെ സാധനങ്ങളൊക്കെ അന്നത്തെ അത്രയും ഫ്രഷൊന്നും അല്ല നമുക്ക് ഇന്ന് കിട്ടുന്നത്. അതിൻ്റേതൊക്കെ വ്യത്യാസങ്ങളുണ്ട്. നമുക്കുള്ളതും കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അല്ലേ, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോയി നമുക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് ഹോം ഡെലിവറി വരുമോ അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം. പക്ഷേ ഈ വക സാധനങ്ങൾ നൊസ്റ്റാൾജിയുള്ള ഈ വക സാധനങ്ങൾ കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ വീട്ടിൽ വെച്ചേ പറ്റത്തുള്ളൂ. അല്ലേ, കഞ്ഞി ഉണ്ടോ ഏതെങ്കിലും ഹോട്ടലിൽ വിളിച്ച് ചോദിച്ചാൽ ആരെങ്കിലും കഞ്ഞി വെച്ച് കൊണ്ട് തരുമോ? നമുക്കില്ല. ഇതൊക്കെ നമ്മൾ തന്നെ വീട്ടിൽ ഇരുന്ന് ഉണ്ടാക്കണം. ഈ സമയം കൊണ്ട് നമ്മുടെ പയറ് ചേർക്കാനുള്ള സമയമായി. ഞാൻ അതും കൂടെ ചേർത്ത്. കണ്ടില്ല, ഇച്ചിരി വെള്ളമേ ഉള്ളൂ, ഒത്തിരി വെള്ളത്തിൽ കിടക്കരുത്. അപ്പോഴെന്താണെന്ന് വെച്ചാൽ അത് പേസ്റ്റ് പോലെ അങ്ങ് വെന്ത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വിചാരിക്കുന്ന ഒരു രീതി ലുക്ക് വൈസ് വരത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് ഒന്നും മാറ്റമൊന്നുമില്ല. കണ്ടില്ല, ഇത് നല്ല പൊടി കൂടെ കിടക്കും. ഇതിങ്ങനെ ഇരിക്കും. ഇത് ഓരോ മണി എടുത്ത് കണ്ടില്ല, ഓരോന്ന് വീതം നല്ലതായിട്ട് വെന്തിട്ടുമുണ്ട്, എന്നാൽ വെന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല. ആ ഒരു രീതിയിൽ. അപ്പോൾ തലേദിവസം വെള്ളത്തിലിട്ടാൽ മതി. ഈ പ്രശ്നം നമുക്ക് ഒഴിവായി കിട്ടും. രാവിലെ എടുത്ത് അങ്ങ് പെട്ടെന്ന് എത്ര വിസിലടുപ്പിച്ചാലും ഇത് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ തലേദിവസം വെള്ളത്തിൽ വൻപയറായാലും ചെറുപയറായാലും തലേദിവസത്തിൽ വെള്ളത്തിലിടുക. പിന്നെ ആരോഗ്യത്തിനുമൊക്കെ നല്ലതല്ലേ, പിള്ളേർക്കായാലും നമുക്ക് എല്ലാവർക്കും ആരോഗ്യത്തിന് നല്ല, ഒരു കുഴപ്പമില്ല. പിന്നെ ചിലർക്കൊക്കെ ഗ്യാസ് കിട്ടുമെന്ന് പറയും. അപ്പം ഈ വേറെ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുണ്ട് സംഭവം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഏതൊരു തോരൻ വെച്ചാലും 3 ആവി കയറുമ്പം സംഭവം നന്നായിട്ട് മിക്സായി കുക്കാകും. അതെൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ടിപ്പാകട്ടോ. അതായത് 3 പ്രാവശ്യം അടച്ച് വെച്ച് ആവി കയറ്റുക. ഇടയ്ക്ക് ഓരോ പ്രാവശ്യം തുറക്കുമ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കിനും അത് കറക്റ്റായിട്ട് വരും. ഇപ്പോൾ തരി വെള്ളമയോ ഒന്നുമില്ല. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലായിട്ടിട്ടുള്ളൂ. അതവിടെ കിടന്ന് നന്നായിട്ട് ഒന്ന് പിടിച്ച് വരട്ടെ. എല്ലാം വെന്തിരിക്കുകയാണ്, ഇനി ഒന്ന് പിടിച്ചാൽ മാത്രം മതി. ഉപ്പ് ഒക്കെ നോക്കി വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ ഇളക്കി കൊടുത്തു. അങ്ങനെ ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തു. ഇനി 2 ഇളക്കും കൂടെ ഇങ്ങനെ അടച്ച് വെച്ച് ഇടക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഇത് കണ്ടില്ലേ, നല്ലതായിട്ട് പൊടിപൊടയാണ്. ഒന്നേലൊന്ന് തൊടാണ്ട് പയറൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇരുന്നാൽ കുറച്ചും കൂടെ രസമായിരിക്കും കാണാനായിട്ടും ഒക്കെ. പിന്നെ കഞ്ഞിക്കാണെങ്കിൽ ഇച്ചിരി വെന്തുടഞ്ഞു പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. കഞ്ഞിയിൽ ഒരുമിച്ചിട്ട് കൂട്ടുന്നതല്ലേ. അല്ലേ, ഈ പയർ ഈ വൻപയറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കായും പയറും തോരൻ വെക്കും, ചുണ്ടും പയറും തോരൻ വെക്കും. പിന്നെ എന്ത് വയ്ക്കും, അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഈ പയറിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് വെക്കാറുണ്ടല്ലേ. ചേനയും പയറും കൂടെ വെക്കാറുണ്ട്. ഇഷ്ടംപോലെ ഐറ്റംസ് നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ ഈയൊക്കെ സമയത്തൊക്കെ, ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഒരു നേരമൊക്കെ ഇങ്ങനെയൊക്കെ കഴിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ മേടിക്കുന്ന പച്ചക്കറി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മുടെ സംഭവം ഇപ്പോൾ ഈ സമയം കൊണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് കുറച്ച് ഉപ്പും കൂടെ വേണമായിരുന്നു, അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ വിളമ്പാറാകുമ്പോഴത്തേക്കിന് ഇച്ചിരി ഉപ്പ് അല്ലെങ്കിൽ കുറഞ്ഞിരിക്കും. പയറല്ലേ, അതങ്ങ് വലിച്ചെടുക്കും. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പിൻ്റെ അളവ് കുറഞ്ഞു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. നല്ല കറക്റ്റായിട്ടുണ്ട് സംഭവം. ഇനി എനിക്ക് ചോറ് വെക്കണം. അപ്പോൾ കഞ്ഞിയായിട്ടാണ് ഞാനിങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പയർ കുക്കായി വന്നിട്ടുണ്ട്. പയറിൻ്റെ പരിപാടി കഴിഞ്ഞു, പെട്ടെന്ന് തീർന്നു പയർ പരിപാടി. ഇനി ഞാൻ ചോറും കൂടെ വെക്കുന്നത് കാണിക്കാം. ചോറും കൂടെ ഞാൻ വെച്ചു. അത് അവിടെ ഇരുന്ന് വിസിലടിക്കട്ടെ. എന്നിട്ട് കുറച്ച് കഞ്ഞി വേണ്ടിയത് മാറ്റിയിട്ട് ബാക്കി ചോറായിട്ട് നമുക്കങ്ങ് ഊറ്റിയെടുക്കാം. പയർ തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ പ്ലേറ്റ് ചെയ്തു. നല്ല മിക്സിയിലിട്ടൊന്ന് കറക്കിയത് കൊണ്ട് തേങ്ങാപ്പീര നല്ല കറക്റ്റായിട്ട് അത് പൊടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അത് കറക്റ്റായിട്ട് അതിൽ മിക്സൊക്കെ ചെയ്ത് നന്നായിട്ട് ഇരിപ്പുണ്ട് സാധനം. ഇനിയും നമ്മുടെ കഞ്ഞിയും റെഡിയായി. കഞ്ഞിയായിട്ട് തന്നെ ഞാൻ അതിൽ നിന്ന് എടുക്കുമായിരുന്നു. വേണമെങ്കിൽ തിക്കായിപ്പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇച്ചിരി തിളച്ച വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിങ്ങ് എടുക്കുക കേട്ടോ. ബാക്കി ചോറ് നമ്മൾ പിന്നെ അങ്ങ് ഊറ്റി നമ്മുടെ ചോറായിട്ടിങ്ങ് എടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ആവശ്യത്തിനുള്ള കഞ്ഞി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കഞ്ഞിയും പയറും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഏത് സമയത്തും നമുക്ക് കുടിക്കാം, രാത്രിയിലും ഒക്കെ ആയാലും നമുക്ക് കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല. കുറേശ്ശെ കുടിച്ചാൽ മതി, ഒത്തിരി അങ്ങൊന്നും കുടിക്കണ്ട, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക്. അപ്പോഴേ ഞാൻ റേനോട് പറഞ്ഞു, റേന ഞാൻ കഞ്ഞിയാണ് ഇന്ന് കുടിക്കുന്നത്, എനിക്ക് ചോറിന്ന് വേണ്ട. അയ്യോ മമ്മിക്ക് ഇന്ന് ചോറ് വേണ്ടായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കഞ്ഞിയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവനും കഞ്ഞി മതി. അപ്പോൾ അവനും പറഞ്ഞു എൻ്റെ മമ്മീനെ പോലെ തന്നെ കഞ്ഞി മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവനും കഞ്ഞി കുടിക്കാൻ പോയി. അതോടെ മീനൊക്കെ ക്യാൻസലായി. പരിപാടി പെട്ടെന്ന് കഴിഞ്ഞു. പപ്പടം കാച്ചി തിരിപ്പുണ്ടായിരുന്നു. പിന്നെ കടുമാങ്ങ വെച്ച തിരിപ്പുണ്ട്. ഇത് ഞാൻ വെച്ച കടുമാങ്ങയാണ്. അതും കൂടെ ഇതിലേക്ക് എടുക്കാം.
അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചുട്ടരച്ച ചമ്മന്തിയും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് എടുക്കുകയാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ ചുട്ടരച്ച ചമ്മന്തിയുടെ. അതുപോലെ തന്നെ ഉണ്ടാക്കിയ ഒരു ചമ്മന്തിയാണിതും. അപ്പോൾ അതും കൂടെ ഞാൻ എടുക്കുകയാണ്. ഇപ്പോൾ കഞ്ഞിയും പയറും കടുമാങ്ങായും പപ്പടും. അപ്പോൾ ഇത് കൂട്ടി ഞങ്ങൾ എൻജോയ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ കഞ്ഞി ഇങ്ങനെ എടുക്കുന്ന കഞ്ഞിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്, നമ്മൾ കഞ്ഞിയായിട്ട് തന്നെ കുക്കറിൽ നിന്ന് എടുക്കുന്നതിന്. ഇനി നമുക്ക് കഴിക്കാം. എന്നെ വിട്ട് ഞാൻ എനിക്ക് കഞ്ഞി കുടിക്കണം എന്ന് തോന്നി. പയറുതോരൻ കണ്ടാൽ പിന്നെ എനിക്ക് കഞ്ഞി കുടിക്കണം. നിനക്കിഷ്ടമാണോ കഞ്ഞി? പണ്ട് നിനക്ക് ഇഷ്ടമില്ല കഞ്ഞി, അറിയാം. ഇപ്പം ഇഷ്ടം. നീ കഴിച്ചോ? അമ്മയ്ക്ക് വെയിറ്റ് ചെയ്യുവാണോ? ഓ മൈ ഗാഡ്. ഞാൻ കഴിക്കട്ടെ. ഓക്കെ, പയറുതോരൻ, ചമ്മന്തി, ഓക്കെ, പിന്നെ തോട്ടമായിട്ട് മമ്മി ഇട്ട അച്ചാറിങ്ങതാ, അതും കൂടെ. ആ അച്ചാറാണ്, ഇതാണ് കഞ്ഞിക്ക് ബെസ്റ്റ് അച്ചാർ. ഈ അച്ചാറ് ലൂസാക്കി മമ്മി ഇട്ട് വെക്കുന്ന അച്ചാറാണ്. ഓക്കെ, പിന്നെ പപ്പടമുണ്ട്. കഞ്ഞി, പയറ്, കടുമാങ്ങ, പപ്പടം. ഈ ഇത്രയും സാധനം ഉണ്ടെങ്കിൽ ഇതെപ്പം തന്നാലും നമ്മൾ കഴിക്കുന്ന സാധനം. പാതിരാത്രിക്ക് തന്നാലും നമ്മളല്ല. ഇപ്പോഴേ കുട്ടാപ്പിക്ക് വേണോ കഞ്ഞി? വേണോ? കുറ്റാപ്പിക്ക് കഞ്ഞി ചൂടാന്. കുറ്റാപ്പിൻ്റെ ചോറ് വേറെ വേവിച്ചിട്ടുണ്ട്, അത് തരാം. ഓക്കെ, അപ്പം ഞാനും അച്ഛനും കൂടെ കഴിക്കട്ടെ. ഓക്കെ, നമുക്കത് കഴിച്ച് നോക്കിക്കേ. റൈൻകൂട്ടത് കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. ഞങ്ങൾ കഴിക്കട്ടെ. വിശന്നു പോയി. റൈൻകൂട്ടൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ബിരിയാണിയൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ വന്നതാണ്. പുള്ളിക്ക് കഞ്ഞിയാന്ന് കണ്ടപ്പം ഞാൻ കഞ്ഞി കുടിക്കുന്നത് കണ്ടപ്പോൾ പുള്ളിക്കും കഞ്ഞി മതി. അപ്പോൾ എൻ്റെ അടുത്ത് ഫിഷ് ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ എടുത്ത് ഞാൻ വെച്ചു. നമുക്ക് കഞ്ഞിയുള്ള അല്ലേ, കഞ്ഞിയുള്ളപ്പം മീൻ അത്ര സുഖമല്ല. കഞ്ഞി, പയറ്, പപ്പടം. ഞങ്ങളതൊന്ന് എൻജോയ് ചെയ്ത് കഴിക്കട്ടെ. എങ്ങനെയുണ്ട് പയറുതോരൻ? സൂപ്പറാണോ? ഒത്തിരി നാളായി പയറ് വെച്ചിട്ട്. ഇനിയും ഈ ചുട്ടരച്ച ചമ്മന്തിയും കൂടെ കൂട്ടട്ടെ. ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഒന്ന് പ്രവർത്തിച്ചു തുടങ്ങി. ഞങ്ങൾ കഴിക്കട്ടെ. ബൈ ബൈ. ഓക്കെ, ഇനി പുതിയൊരു വീഡിയോയിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.